ഹോമമുഹൂർത്തത്തിന് ഇനിയുമുണ്ട് സമയം. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വൈനതേയൻ തിരുമേനിക്ക് പരിപൂർണ തൃപ്തിയായി. ആ മുഹൂർത്തം വരെ ഇനി ഏതായാലും പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുക വയ്യ. എല്ലാം അതാതിൻ്റെ സ്ഥാനത്ത് ഒരുക്കി വച്ചു കഴിഞ്ഞു. പൂജാമുറിയുടെ വാതിൽ ചേർത്തടയ്ക്കുകയും ചെയ്തു. വാതിൽ പിന്നിൽ അത് തുറക്കും വരെ കാത്തുനിൽക്കണമെന്ന് ദിവാകരപിള്ളയെ നിയോഗിക്കുകയും ചെയ്തു. പാവം, ഇന്നലെ വൈകുന്നേരം മുതലുള്ള ഓട്ടമായിരുന്നു. എന്നാലും കൃത്യസമയത്തു തന്നെ എല്ലാം ശ്രദ്ധയോടെ എത്തിച്ചിരിക്കുന്നു. ദിവാകരപിള്ളയോട് ഇടക്കാലത്ത് തോന്നിയ നീരസം ഇതോടെ വൈനതേയന് തീർത്തുമില്ലാതായി. ഹോമസമയത്തിനു മുൻപ് ഒരു ഉച്ചാടന കർമ്മവും ഒരു മാരണകർമ്മവും ചെയ്യാനുണ്ട്. വിശ്രമവേളയിലെ വെറും വിനോദത്തിൻ്റെ സ്ഥാനമേ വൈനതേയനെ സംബന്ധിച്ചിടത്തോളം ആ കൃത്യങ്ങൾക്കുള്ളൂ. പുറത്ത് സൂര്യൻ അസ്തമിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് മാരണകർമ്മം ആദ്യം ചെയ്യാം. ഉച്ചാടനയന്ത്രം കുഴിച്ചിടാനുള്ളതാണ്. അത് ഇരുട്ടായിട്ട് മതി. ഇത് രണ്ടും ഇന്നു തന്നെ ചെയ്യണമെന്ന് വൈനതേയൻ തിരുമേനി ഒട്ടും ആലോചിച്ചിരുന്നതല്ല. ഉദ്ദേശിച്ചതിലും നേരത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായപ്പോൾ വെറുതെ തോന്നിയൊരാഗ്രഹം. മന്ത്രം, യന്ത്രവിധി ഒന്നും കാണാതെ പഠിച്ചിട്ടില്ല. നിലവറയിൽ നിന്ന് ആ ഓലകൾ അതുപോലെ കൊണ്ടുപോരുകയായിരുന്നു. വേണ്ട സാധനങ്ങൾ ദിവാകരപിള്ള നിമിഷങ്ങൾക്കുള്ളിൽ എത്തിക്കുകയും ചെയ്തു. വിധി തെറ്റാതിരുന്നാൽ മതി. നോക്കി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഈ നേരത്ത് കൃഷ്ണൻകുട്ടി നായർ കവലയിൽ ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരുമൊത്ത് പകിട കളിക്കുകയോ വെടിവട്ടം പറഞ്ഞ് വെറുതെ കൂടുകയോ ആയിരിക്കും. ആ സദസ്സിൽ വെച്ചാണ് ഇന്നലെയും തന്നെ ബള്ളു പറഞ്ഞതെന്നല്ലേ ദിവാകരപിള്ള പറഞ്ഞത്. അപ്പോൾ കൂടെ ചേരാൻ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അങ്ങനെയാവുമ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ വേണം. വൈനതേയൻ തിരുമേനി ഓലക്കെട്ട് മുന്നിലേക്ക് എടുത്തു വെച്ചു. കർണികയുടെ നടുക്ക് സാധ്യനാമം എഴുതി ഇടതുവശത്ത് ഹും എന്ന അക്ഷരം, വലതുവശത്ത് ഫൾക്കാരം. അഷ്ടദളത്തിലെ കിഴക്കാതി 4 ദിഗ്ദളങ്ങളിൽ ഹും എന്നും 4 വിദിഗ്ദളങ്ങളിൽ ഫള്ളെന്നും പുറമേയുള്ള വൃത്തത്തിനു ചുറ്റുമായി 64 വട്ടം ഹും എന്നും എഴുതി. ശ്മശാനത്തിലെ കരിക്കട്ടയും ആടിൻ്റെ രക്തവും വിഷവും ചേർത്തരച്ച മിശ്രിതം കാക്കത്തൂവൽ കൊണ്ട് മനുഷ്യത്തലയോട്ടിയിൽ എഴുതിപ്പിടിപ്പിക്കാൻ വൈനതേയന് തെല്ലും ബുദ്ധിമുട്ടുണ്ടായില്ല. തലയോട്ടിയിൽ എഴുതിയ ലിഖിതങ്ങൾ ഉണങ്ങാൻ ഒരുമാത്ര കാത്തു. ശരിക്കും ഉണങ്ങിയെന്നുറപ്പായപ്പോൾ ആ തലയോട് തറയിൽ വെച്ച് ഭസ്മം കൊണ്ട് മൂടി. അതിനു മുകളിൽ കരിങ്ങാലി വിറകടുക്കി. ആ വിറകിന് തീ കൊളുത്തുമ്പോൾ വൈനതേയൻ തിരുമേനിയുടെ ചുണ്ടുകളിൽ ക്രൂരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പകിട 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 12. നാൽക്കവലയിലെ ആൽത്തറയിൽ നിന്ന് ആ ശബ്ദം ഒരാർപ്പുവിളിയുടെ ആരവം പോലെ ഉയരുകയാണ്. കൃഷ്ണൻകുട്ടി നായരും സംഘവും വാശിയേറിയൊരു മത്സരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അന്യദേശക്കാരുമായുള്ളൊരു പന്തയക്കളിയാണ്. അതുകൊണ്ട് തന്നെ പതിവിലുമേറെ ജനങ്ങൾ കളി കാണാനും കളിക്കാരെ പ്രോത്സാഹിപ്പിക്കാനും എത്തിയിരിക്കുന്നു. കൃഷ്ണൻകുട്ടി നായരാണ് ഇലമംഗലം ഭാഗത്തിൻ്റെ സംഘനേതാവ്. പകിടക്കളിയിൽ ഒരു രാജാവാണ് അയാൾ. എണ്ണം പറഞ്ഞ് കരുക്കളെറിഞ്ഞാൽ പറയുന്ന എണ്ണം കണിശമാണ്. അത്രയും മിടുക്ക് നാട്ടിൽ മറ്റാർക്കുമുണ്ടെന്ന് തോന്നുന്നില്ല. ആരും സ്ഥാനം കൊടുക്കാതെ തന്നെ പകിടരാജാവായതാണ് കൃഷ്ണൻകുട്ടി നായർ. കഴിവുകൊണ്ട് അതിന് യോഗ്യനുമാണയാൾ. സ്ഥാനീയ നായർ തറവാട്ടിലെ ഒരംഗം. ഇരുന്നുണ്ടാലും തലമുറകൾക്കും കൂടി അനുഭവിക്കാനുള്ളത്ര സ്വത്തുണ്ട്. പറയത്തക്ക സ്വഭാവദൂഷ്യങ്ങളൊന്നുമില്ല. വല്ലപ്പോഴും കുറച്ച് വിപ്ലവാരിഷ്ടം കഴിക്കുന്നത് ഒരു കുറവാണെങ്കിൽ ആ ഒരു കുറവ് കൃഷ്ണൻകുട്ടി നായർക്കുണ്ട്. അത്രമാത്രം. പുരോഗമന ചിന്താഗതിക്കാരൻ. ആരെയും വിമർശിക്കാം. അത് പൊന്നുതമ്പുരാനായാലും വേണ്ടില്ല. വൈനതേയൻ തിരുമേനിയുടെ ദുർമന്ത്രവാദ ശൈലിയോട് കൃഷ്ണൻകുട്ടി നായർക്ക് എന്നും എതിർപ്പായിരുന്നു. ആ തറവാട്ടിലെ മറ്റംഗങ്ങളോട് മതിപ്പും. നായരും നമ്പൂരിയും ചീത്തയായ മഹാചീത്തയാ. പക്ഷേ ഒരു നമ്പൂരിയും വൈനതേയൻ്റെ അത്ര ചീത്തയാകില്ല. ഒരിക്കൽ വൈനതേയൻ്റെ പ്രതാപകാലത്ത്
കവലയിൽ വച്ച് തുറന്നു പറഞ്ഞവനാണ് കൃഷ്ണൻകുട്ടി നായർ. അത് അയാളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടല്ല, വ്യക്തിത്വം നശിപ്പിക്കുന്നതിനുള്ള ആത്മരോഷമാണ്. ആ വൈനതയിന് ഭ്രാന്തു പിടിച്ച് നഗ്നനായ കവലയിലൂടെ ഓടിയപ്പോൾ കൃഷ്ണൻകുട്ടി നായരും കല്ലെറിയാൻ കൂടിക്കാണും. അത് എല്ലാവരെയും പോലെ കേവല വിനോദത്തിന് മാത്രം. അപ്പോഴും കൃഷ്ണൻകുട്ടി നായർ വൈനതയനെയല്ല കല്ലെറിഞ്ഞത്, അയാളിലെ ഭ്രാന്തിനെയായിരുന്നു. അമ്മു എന്ന പാവം പെണ്ണിനെ വൈനതയൻ ചതിച്ച കഥ കൃഷ്ണൻകുട്ടി നായർക്കും അറിയാം. അവൾ കൊല്ലപ്പെട്ടപ്പോൾ അതിനു പിന്നിൽ വൈനതയൻ്റെ കൈയുണ്ടെന്ന് കൃഷ്ണൻകുട്ടി നായർ മാത്രമേ ഉറക്കെ പറഞ്ഞുള്ളൂ. കാരണം കൃഷ്ണൻകുട്ടി നായർ അങ്ങനെയാണ്. വൈനതയൻ തിരുമേനി അതിന് തന്നോട് പ്രതികാരം ചെയ്തേക്കുമെന്ന് നായർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. ആ പ്രതികാരമാകട്ടെ ഓർക്കാപ്പുറത്ത് ക്രൂരവുമായിരുന്നു. പാഴൂർ ഇല്ലത്തിലെ പൂജാമുറിയിൽ തലയോട്ടിക്കുമീതെ കരിങ്ങാലി വിറക് കത്തിയിറങ്ങി. അഗ്നി തലയോട്ടിയുടെ ഒരു പകുതിയിൽ മാത്രം കത്തിയിറങ്ങാൻ വൈനതയൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ ഊഴത്തിന് കാത്തുനിന്ന് പകിടക്കരുക്കൾ എണ്ണം പറഞ്ഞുരുട്ടുന്ന കൃഷ്ണൻകുട്ടി നായരുടെ സമയമായിരുന്നു അത്. പൊടുന്നനെ ശരീരം വെന്തുനീറുന്ന മർമ്മഭേദമായൊരു വേദനയോടെ കൃഷ്ണൻകുട്ടി നായർ ഉറക്കെ നിലവിളിച്ചു. നിന്നിടത്തുനിന്ന് പുളഞ്ഞു. പകിടക്കരുക്കൾ കയ്യിൽ നിന്ന് വഴുതി തെറിച്ചു. മാംസം കരിയുന്ന രൂക്ഷഗന്ധം എല്ലാവർക്കും അനുഭവപ്പെടുകയും ചെയ്തു. എന്താണുണ്ടായതെന്ന് ആലോചിക്കാൻ ഇടകിട്ടും മുൻപ് കൃഷ്ണൻകുട്ടി നായരുടെ ഇടതുവശം പൂർണ്ണമായും കരിഞ്ഞു. ഇടതുകാൽ, ഇടതുകൈ, ഇടതു നെഞ്ച്, മൂക്കിൻ്റെ ഇടതുവശം ഉൾപ്പെടെ പകുതി കരിഞ്ഞ ആ ഉടൽ തീവ്രവേദനയോടെ പകിടക്കളത്തിലേക്ക് കുഴഞ്ഞു വീണു. ഉരുണ്ട് പകിടക്കളം മാഞ്ഞു. ആഭിചാരം! ആരുടെയോ ആഭിചാര പ്രയോഗമാണിത്! കൂട്ടത്തിലാരോ നിലവിളി പോലെ വിളിച്ചു പറഞ്ഞു. വൈനതയൻ തിരുമേനി മാത്രമേ ഇത് ചെയ്യൂ. ആൽത്തറയിലേക്ക് അസംഖ്യം ആളുകൾ ഓടിക്കൂടുന്നുണ്ടായിരുന്നു. അവരുടെ ആരവങ്ങൾക്കും മീതെ കൃഷ്ണൻകുട്ടി നായരുടെ നിലവിളി മാറ്റുള്ളി കൊണ്ടു. ആരോ ഒരു വാടക വണ്ടി വിളിച്ചുകൊണ്ടുവന്നു. എവിടെയും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇത് ചെയ്തവർക്കേ രക്ഷപ്പെടുത്താനും കഴിയൂ. ചിലപ്പോൾ അവർക്കും കഴിഞ്ഞില്ലെന്ന് വരും. ഉച്ചാടനവും മരണവുമൊക്കെ തിരിച്ചെടുക്കുക സാധ്യതയില്ല. കൃഷ്ണൻകുട്ടി നായരെ തറവാട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരാൾ നിർദ്ദേശിച്ചു. അഭികാമ്യമായ ആ നിർദ്ദേശം ആദരിക്കപ്പെടുകയും ചെയ്തു. ഇതു ചെയ്തത് ആ മൂർഖനാണെങ്കിൽ അയാളോട് ഇപ്പോൾ തന്നെ ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. കൃഷ്ണൻകുട്ടി നായരുടെ സന്തത സഹചാരിയായ ബാലൻപിള്ള നിന്നു വിറയ്ക്കുകയാണ്. ആരൊക്കെയോ ചേർന്ന് അയാളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നീ ഒന്ന് ചുമ്മാതിരി ബാല. അയാൾ മൂർഖനാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ മടിയിൽ ചെന്ന് കയറണോ? വേണം. ഇന്ന് കൃഷ്ണൻകുട്ടി നായരെ വീഴ്ത്തി, നാളെ നമ്മളിൽ ആരെങ്കിലും ഒരാളാകാം. ചോദിക്കാൻ ആരുമില്ലെന്നായാൽ എല്ലാവരും അനുഭവിച്ചെന്ന് വരും. അത് പാടില്ല. പണ്ടയാൾ കുറേ കളി കളിച്ചു. ഇനി അതിവിടെ നടപ്പില്ല. ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. ബാലൻപിള്ള വീറും വാശിയുമുള്ള ചെറുപ്പക്കാരനായിരുന്നു. എങ്കിൽ നീ തനിയെ ചെന്ന് ചോദിച്ചിട്ട് വാ. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് മാത്രം. ഞാൻ ചോദിക്കും, തിരിച്ചു വരികയും ചെയ്യും. ഇത്ര കാലവും കൂടെ നിന്നിട്ടും കൃഷ്ണൻകുട്ടി നായർക്കൊരപകടം പറ്റിയപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ആരും മനുഷ്യരല്ല. ഞാൻ ഇല്ലത്തേക്ക് പോവുകയാണ്. എനിക്ക് പോകാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ബാലൻപിള്ളയാണടാ. പിടിച്ചു നിർത്തിയിരുന്നവരുടെ കൈകളിൽ നിന്ന് കുതറി ബാലൻപിള്ള സ്വതന്ത്രനായി. അയാൾ വെട്ടുവഴിയിലൂടെ പായുകയായിരുന്നു. വയൽ സാമ്രാജ്യത്തിൻ്റെ ചക്രവാളത്തിൽ പാഴൂർ ഇല്ലം ലക്ഷ്യമാക്കി മറയുന്ന ആ വീറുള്ള ചെറുപ്പക്കാരൻ തങ്ങളുടെ കൺവെട്ടത്തുനിന്ന് എന്നേക്കുമായി മറയുകയാണെന്ന് ആരും അപ്പോൾ കരുതിയതേയില്ല. പക്ഷേ അങ്ങനെയാണ് സംഭവിച്ചത്. ബാലൻപിള്ള ഒളിച്ചോടിയതല്ല. അയാൾ നേരെ പാഴൂർ ഇല്ലത്തിന് മുന്നിലെത്തി. ചാരിക്കിടന്നിരുന്ന പടിവാതിൽ ചവിട്ടി തുറന്ന് ആ മുറ്റത്തേക്ക് ഇറങ്ങി. പൂജാമുറിയുടെ വാതിൽക്കൽ ദ്വാരപാലകനായി നിന്നിരുന്ന ദിവാകരപിള്ള ഒന്ന് ഞെട്ടി. അടുത്ത ക്ഷണം അയാൾ മുറ്റത്തേക്ക് ഓടിയിറങ്ങി വന്നു. നാട്ടുകാരനോടുള്ള സ്നേഹം. എന്താ ബാല വിശേഷം? നീ വല്ലാതെ കിതയ്ക്കുന്നു.
എന്തു സംഭവിച്ചു? ആശ്രിതൻ കാര്യസ്ഥന്റെ മട്ടിൽ തന്നെ ചോദിച്ചു. ഇതുതന്നെയാണോ സംഭവിച്ചത്? പറഞ്ഞതും കൈ നിവർത്തി ദിവാകരപിള്ളയുടെ മുഖമടച്ച് ഒരടി കൊടുത്തതും ഒപ്പം കഴിഞ്ഞു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ദിവാകരപിള്ള മണൽമുറ്റത്ത് മലർന്നടിച്ചു വീണു. അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം കിനിഞ്ഞു. മുറ്റത്തെ ബഹളം പൂജാമുറിയിലുമെത്തി. വൈനതേയൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പിന്നെ വാതിലിൻ്റെ വിടവിലൂടെ മുറ്റത്തേക്ക് നോക്കി. ബാലൻപിള്ള വീണുകിടക്കുന്ന ദിവാകരപിള്ളയെ മടിക്കുത്തിന് പിടിച്ചുയർത്തുന്ന ഭാഗമാണ് വൈനതേയൻ്റെ കണ്ണുകളിൽ പെട്ടത്. വൈനതേയൻ തിരുമേനിയുടെ നാവിൽ നിന്ന് മന്ത്രാക്ഷരങ്ങൾ ഊർന്നു വീണു. ആ കൂട്ടുപുരികങ്ങൾ ശക്തമായി ഏറ്റുമുട്ടി. ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ നേരിയ മുഖപരിചയം തോന്നി. അതെ, അന്നു തന്നെ കല്ലെറിഞ്ഞവരിൽ ഒരുവൻ. വൈനതേയൻ്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റു നിന്നു. തൻ്റെ മാരണം ലക്ഷ്യം പൂകിയതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നതെന്ന് വൈനതേയൻ ക്ഷണത്തിൽ മനസ്സിലാക്കി. ദിവാകരപിള്ളയുടെ നില പരങ്ങളിലാണെന്നും തിരുമേനി അറിഞ്ഞു. അയാളെ രക്ഷിച്ചേ മതിയാവൂ. എന്തൊക്കെയോ മന്ത്രങ്ങളുടെ ശീലുകൾ അതിദ്രുതം ആ നാവിൻ തുമ്പിൽ വിളയാടി. കണ്ണുമടച്ചു കുനിഞ്ഞ് ഒരു പിടി ഇല്ലിയരി വാരിയെടുത്തു. വാതിൽപ്പാളി തെല്ലൊന്ന് തുറന്ന് ആ കൈപ്പിടി മുറ്റത്തേക്ക് ചുരിഞ്ഞു. മുറ്റത്തുനിന്ന് സടകുടഞ്ഞ് ഒരു കറുത്ത നായ പുനർജനിച്ചു. ആജ്ഞ ലഭിച്ചാൽ എന്നോണം ആ നായ അടുത്ത ക്ഷണം ബാലൻപിള്ളയുടെ നേരെ കുതിച്ചു ചാടി. അരുതേ അച്ഛാ, ചെയ്യരുതേ അച്ഛാ. മുറിക്കുള്ളിൽ നിന്ന് താത്രക്കുട്ടിയുടെ ദയനീയമായൊരു പൊട്ടിക്കരച്ചിൽ അലമുറ പോലെ ഉയർന്നു. ആ നിലവിളി വൈനതേയൻ തിരുമേനി കേൾക്കുകയുണ്ടായില്ല. അതിനു മുൻപേ തിരുമേനി വാതിൽ ചേർത്തടച്ചു കഴിഞ്ഞിരുന്നുവല്ലോ. 100 നായ്ക്കളുടെ ശക്തിയുള്ള ആ ക്രൂരജന്തുവിൻ്റെ പല്ലുകൾ വാൾത്തല പോലെ ബാലൻപിള്ളയുടെ പിടലിയിൽ ആഴ്ന്നിറങ്ങുകയാണ്. പുലിനഖം പോലെയുള്ള കൈനഖങ്ങൾ നെഞ്ചിൻകൂട്ടിൽ അമരുന്നു. പച്ച മനുഷ്യൻ്റെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം ആ മതിൽക്കെട്ടിനുള്ളിൽ വിറകുകൊമ്പുകൾ ഒടിയും പോലെ ഉയർന്നു. ഇല്ലക്കെട്ടിനുള്ളിൽ ഒരു തേങ്ങലിൻ്റെ മാറ്റൊലി. മതിൽക്കെട്ടിനുള്ളിൽ വിലാപത്തിൻ്റെ ദയനീയ സ്വരം. പൂജാമുറിയിൽ നിറയെ ധൂപപടലങ്ങളുടെ അവ്യക്തത. അപൂർവഗന്ധങ്ങളുടെ അവ്യക്തധൂളികൾ വിലയം പ്രാപിച്ച പാഴൂറില്ല. 1000 സൂര്യചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ പൂജാമുറി ഒരു ദിവ്യ പരിവേഷം അണിഞ്ഞു നിൽക്കുന്നു. 101 നിലവിളക്കുകളിലെ 505 നാളങ്ങൾ. അവയ്ക്ക് മുന്നിൽ പത്മാസനമിട്ടിരിക്കുന്ന വൈനതേയൻ തിരുമേനി. ഇന്ന് 30 വെള്ളിയാഴ്ച. ഇന്നത്തെ മന്ത്രങ്ങളും ഹോമവും അവസാനിപ്പിച്ചാൽ താൻ അജയ്യൻ. ഏതു മാന്ത്രികനും അപ്രാപ്യനായ മഹാമാന്ത്രികൻ. തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഓർത്തു, ഒന്നും ഉണ്ടായില്ല. ഓളങ്ങളും ചുഴികളും മലരികളും ഇല്ലാതെ ഒഴുകുന്ന പുഴ പോലെ ശാന്തമായി സൗമ്യമായി മന്ത്രങ്ങളുടെ ഒഴുക്ക്. അപ്രതീക്ഷിതമായി വന്നുകയറിയ ബാലൻപിള്ള എന്ന ശല്യം ഇടയ്ക്ക് തടസ്സമുണ്ടാക്കിയതുകൊണ്ട് മാരണം മാത്രമേ സാധ്യമായുള്ളൂ. ഉച്ചാടനം ഇനി എല്ലാം കഴിഞ്ഞാകട്ടെ. അതും ഇന്നു തന്നെ സാധിക്കണം. ഇന്ന് എല്ലാം കൊണ്ടും നല്ല ദിവസമാണ്. ലഗ്നവും ലക്ഷണങ്ങളും അനുകൂലം. കാളാംബൂ വാഹദ്യുതി മിന്ദു വക്താം ഹാരാവലി ശോഭി പയോദരാഠ്യാം കപാല പാശാങ്കുശ ശൂലഹസ്താം നീലാംബരാം യാമവതീം നമാമി. മന്ത്രമലരുകൾ 1000 ഇതളുകളുള്ള പൂവായി വൈനതേയൻ തിരുമേനിയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇതൾ വിരിഞ്ഞു. രാവിൻ്റെ ഘനശ്യാമയാമങ്ങൾ പൂജാമുറിക്ക് പുറത്ത് ഇറുന്നിറുന്നു വീഴുന്നു. മന്ത്രങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലേക്കുള്ള ത്വരിതഗമനം. ഉപാസനാമൂർത്തികൾ ഒന്നൊന്നായി മുന്നിൽ വന്നു നിന്നു. അവരെ തൊഴുത് നമസ്കരിച്ച് ആഹ്ലാദചിത്തരായി മടക്കി അയക്കുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ഹോമം തുടങ്ങിയത്. ഓരോ നാളുകാർക്കുമുള്ള നക്ഷത്രവൃക്ഷങ്ങൾ ഓരോന്നും 101 പ്രാവശ്യം വീതം ഹോമിക്കണം. 27 നാളുകാരെയും അടിപറ്റിക്കാനുള്ള ശക്തിയാണ് അതോടെ വീണ്ടെടുക്കുന്നത്. നിലവറയിലെ താളിയോലക്കെട്ടുകളിൽ നിന്നാണ് അതിനുള്ള ആശയവും മന്ത്രങ്ങളും കണ്ടെടുത്തത്.
അത് കണ്ടെടുക്കുമ്പോൾ വൈനിതയും തിരുമേനി കുണ്ഠിതത്തോടെ ഓർത്തു. പണ്ട് ഇതെല്ലാം കണ്ടെത്താനായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയത്തിൻ്റെ കയ്പ് നുണയേണ്ടി വരുമായിരുന്നില്ല. അപ്പുക്കുട്ടൻ്റെ ഔദാര്യം സ്വീകരിച്ചു എന്ന പേരുദോഷം സംഭവിക്കുമായിരുന്നില്ല. അതെല്ലാം വിധിയെന്നു കരുതി സമാശ്വസിക്കാം. ആ വിധിയെ ഇന്നു മുതൽ താൻ വീണ്ടെടുക്കുകയാണ്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി അവഗണിക്കാം. ഇനി വരും കാലങ്ങൾ പൂർണ്ണമായും തൻ്റേതു മാത്രമായിരിക്കും. അപ്പുക്കുട്ടൻ ഇനി വരില്ല. വന്നാലും അവൻ തൻ്റെ മുന്നിൽ വെറും തൃണസമാനമായിരിക്കുകയുള്ളൂ. മാന്ത്രിക തണ്ടുകൂടി എറിഞ്ഞുകളഞ്ഞ അവന് ഈ മണ്ണിൽ കാലുകുത്താനുള്ള ധൈര്യമുണ്ടാവില്ല. ഇലമംഗലം ഗ്രാമത്ത് കാലുകുത്തിയാൽ ആ നിമിഷം തല ചിതറാനുള്ള മാന്ത്രിക വിദ്യ താൻ സ്വായത്തമാക്കി കഴിഞ്ഞു. ഇനി അവൻ്റെ ഗുരു, ആ അയ്യപ്പ ഗുരു പുനർജന്മമെടുത്തു വന്നാലും നേർക്കുനേരെ നിൽക്കാം. ഗുരു ഇന്നില്ലാതെ പോയല്ലോ എന്ന് വൈനതയൻ വിഷാദിച്ചു. പരമശിവന് തൃക്കണ്ണ് പോലെ തനിക്കിന്ന് മന്ത്രസിദ്ധി കൈവരും. മിഴിച്ചു നോക്കിയാൽ മോഹാലസ്യപ്പെടുത്താനുള്ള കഴിവ് കണ്ണുകളിലേക്ക് ആവാഹിക്കാം. ആലോചിക്കും തോറും വൈനതയന് ഉറക്കെ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത്. ആഹ്ലാദം കൊണ്ട് ഹൃദയം പുളകം കൊള്ളുന്നു. പണ്ട് കുറച്ച് അഹംഭാവം കാണിച്ചു, അതിൻ്റെയാണ് അനുഭവിച്ചത്. അന്നത്തെ ആ പിഴ കൂടി അനുഭവമാക്കി മാറ്റി കരുതലോടെ വേണം ഇനിയുള്ള നീക്കങ്ങൾ. വൈനതയന് പകരം വൈനതയനല്ലാതെ ഇഹലോകത്ത് മറ്റൊരാളും ഉണ്ടാകരുത്. അപ്പുക്കുട്ടൻ. ഛേ, ഈ നല്ല നിമിഷത്തിൽ എന്തിനവൻ്റെ ഓർമ്മ വന്നു കയറി? അവൻ തനിക്കിനി ഒന്നുമല്ലല്ലോ. ഒന്നുമല്ലേ? അല്ല, ഒന്നുമല്ല. നാളെ തന്നെ അപ്പുണ്ണിയുടെ പക്കലുള്ള മാന്ത്രികദണ്ഡ് കൈവശമാക്കണം. ആ യോഗദണ്ഡ് എറിഞ്ഞുകളഞ്ഞ അവൻ മരമണ്ടനാണ്. അതുകൊണ്ടവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നില്ല. തന്നോട് മത്സരിക്കാൻ മാത്രമാണ് അവൻ മന്ത്രം പഠിച്ചതെന്ന് സമ്മതിക്കാം. തനിക്കൊരു സൗജന്യവും ചെയ്തു തന്നിട്ട് ആ മന്ത്രശക്തി ഉപേക്ഷിച്ചതിൽ എന്താണ് അർത്ഥം? താൻ വീണ്ടും മാന്ത്രികനാവുമെന്ന് അവൻ കരുതിയില്ലെന്ന് വേണം അനുമാനിക്കാൻ. അവിടെയാണ് താൻ ആദ്യം വിജയിക്കാൻ പോകുന്നത്. ആ കുടുംബത്തിലെ അവസാന കണ്ണിയാണവൻ. കുടുംബം നശിപ്പിച്ചേ അടങ്ങൂ എന്ന തൻ്റെ ശപഥം അവൻ നിലനിൽക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. അവനെ കൂടി ഇല്ലായ്മ ചെയ്യുന്നതിലൂടെയേ ആ ശപഥപൂർത്തീകരണം ഉണ്ടാകുന്നുള്ളൂ. ഏത് ഹിമാലയത്തിൽ ഒളിച്ചിരുന്നാലും അവിടെ ചെന്ന് അവനെ നശിപ്പിക്കാൻ തൻ്റെ മൂർത്തികൾക്ക് കഴിയും. വളരെ ഗോപ്യമായി ചെയ്യേണ്ട കൃത്യമാണത്. അത് ചെയ്യണം. വൈനതയും തിരുമേനി ഹോമകർമ്മങ്ങൾ ഒന്നൊന്നായി പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു. ദിവാകരപിള്ള അപ്പോഴും പൂജാമുറിയുടെ വാതിൽക്കൽ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ട്. ബാലൻപിള്ളയുടെ മർദ്ദനമേറ്റ വേദന അവൻ്റെ മൃതദേഹം ചാത്തൻകാട്ടിൽ കൊണ്ടുചെന്നിട്ടപ്പോഴേ തീർന്നു കഴിഞ്ഞു. കൃഷ്ണൻകുട്ടി നായർ പകുതിയെ മരിച്ചു കാണും. തിരുമേനി അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതും ഒരു കണക്കിന് നല്ല ശിക്ഷ തന്നെ. ഒറ്റ കൈകൊണ്ട് അവൻ എങ്ങനെ പകിട കളിക്കും? പകുതി നാക്കുകൊണ്ട് എങ്ങനെ വീമ്പിളക്കും? ഒറ്റയടിക്കാണ് രണ്ടെണ്ണത്തിനെ തിരുമേനി തീർത്തത്. ഇതുകൊണ്ട് മിക്കവാറും ഇലമംഗലം അടങ്ങിയേക്കും. അല്ലെങ്കിൽ നാളെ മുതൽ ഗ്രാമത്തിൽ ദുർമരണങ്ങളുടെ പെയ്ത്താരംഭിക്കില്ലേ? ഉറങ്ങാതെ കാത്തിരിക്കണമെന്ന് തിരുമേനി പറഞ്ഞത് എന്തിനാണെന്ന് ഇനിയും മനസ്സിലായില്ല. ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് എങ്ങോ പോകാനുണ്ടെന്നാണ് കൽപ്പിച്ചത്. ലക്ഷണം കൊണ്ട് ആ സമയം അടുത്തു കഴിഞ്ഞല്ലോ. തിരുമേനിയുടെ പൂജ ഇനിയും അവസാനിച്ചിട്ടില്ല. ആ അത്ഭുത മനുഷ്യനെക്കുറിച്ച് ദിവാകരപിള്ളയുടെ ആദരവ് ഒരു പടി കൂടി ഉയർന്നു. പണ്ടൊന്നും ഇത്രയ്ക്ക് നിഷ്കർഷയോടെ തിരുമേനി പൂജാമുറിയിൽ കഴിഞ്ഞിട്ടില്ലെന്നും ഓർത്തു. ആ മുറിവാതിൽക്കൽ നിന്ന് മാറാനും ദിവാകരപിള്ളയ്ക്ക് ഭയമായിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നായയല്ലേ ക്ഷണം കൊണ്ടവിടെ പ്രത്യക്ഷപ്പെട്ടത്? സിംഹത്തിൻ്റെ വലിപ്പമുള്ള കറുത്ത നായ. ആ ജന്തു മുറ്റത്തെ ഇരുട്ടിൽ എവിടെയോ പതിയിരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണ്. ഒരൊറ്റ കടികൊണ്ട് തന്നെ ബാലൻപിള്ള അവസാനിച്ചു കാണണം. അതു കഴിഞ്ഞ് നായ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്? അതു കണ്ടില്ല. ആ ഭയാനക രംഗത്തിന് സാക്ഷിയാകാൻ ഭയന്ന്
താൻ കണ്ണുകൾ ഉറക്കെ പൂട്ടിക്കിടക്കുകയായിരുന്നല്ലോ. പൂജാമുറിയിൽ നിന്ന് കൈമണിയുടെ കിലുകിലുക്കം. ദിവാകരപിള്ളയുടെ ചിന്തകൾ ഇടമുറിഞ്ഞു. ആ മുറിയിലേക്കൊന്ന് പാളി നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഭയം ആ ഉദ്യമത്തെ തടഞ്ഞു. അഹിതമായതൊന്നും കാണാതിരിക്കുകയാണ് ഉത്തമം. താളിയോലയിൽ ശ്രദ്ധിച്ചുകൊണ്ട് വിധികളൊന്നും തെറ്റാതെ വൈനതയൻ തിരുമേനി യന്ത്രം നിർമ്മിക്കുകയാണ്. ശൃംഗാരരസം കലർന്ന ക്രൂരമായൊരു മന്ദഹാസം തിരുമേനിയുടെ മുഖത്ത്. തന്നെ സംബന്ധിച്ചിടത്തോളം നിസാരമായൊരു കാര്യമേ ഉള്ളൂ ഇത്. പക്ഷേ എല്ലാം വിധിയനുസരിച്ച് വേണമല്ലോ. യന്ത്രം വേണ്ടിടത്ത് യന്ത്രം തന്നെ വേണം. മന്ത്രം കൊണ്ട് സാധിക്കാൻ കഴിയാത്തത് യന്ത്രം കൊണ്ട് സാധിക്കാം. ഇവിടെ തൽക്കാലം യന്ത്രം തന്നെയാണ് ആവശ്യം. യന്ത്രം തയ്യാറാക്കി വിധിയാംവണ്ണം പൂജിച്ചു. തകിടിൽ വിഷം പുരട്ടി ഭംഗിയായി പൊതിഞ്ഞെടുത്തു. വൈനതയൻ തിരുമേനി പൂജാമുറിയുടെ വാതിൽ മലർക്കെ തുറന്നു. ദിവാകരപിള്ള ചാടിപ്പിടഞ്ഞെണീറ്റു. എടോ, ഇത് കൊണ്ടുപോയി ആ അറയ്ക്കൽ മാധവൻപിള്ളയുടെ വീട്ടുവളപ്പിൽ കുഴിച്ചിടണം. ആരും കാണാതെ വേണം ചെയ്യാൻ. പോകുന്നതും വരുന്നതും ആരും കാണരുത്. ഭയപ്പെടാതെ പോയിക്കോ. ഭയമെന്ന വാക്ക് കേട്ടപ്പോഴേ ദിവാകരപിള്ള കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. തിരുമേനി നീട്ടിയ ഓലപ്പൊതി ഇരു കൈകളും നീട്ടി വാങ്ങി. വേറെ ചോദ്യം വേണ്ട, പറച്ചിൽ വേണ്ട, അനുസരിച്ചാൽ മാത്രം മതി. പുലരി മഞ്ഞു വീണു തുടങ്ങിയ പാടശേഖരങ്ങളിലേക്ക് ദിവാകരപിള്ള അതിദ്രുതം ഇറങ്ങി നടന്നു. ഉച്ചാടന യന്ത്രമാണ്. ശാരദാമ്മയെ പരസ്യമായി ഇല്ലത്ത് വരുത്താൻ ഇതേ തൽക്കാല മാർഗമുള്ളൂ. ഒരു രാത്രിയിൽ മോഹനിദ്രയിൽ കൊണ്ടുവന്നു. അവൾ അതറിഞ്ഞു കാണില്ല. അന്നത് കലക്കിയത് ആ നാശം പിടിച്ച പെണ്ണാണ്. എങ്കിലെന്ത്? വൈനതയൻ ഉദ്ദേശിച്ച കാര്യം സാധിച്ചുല്ലോ. ഇത്തരമൊരൊറ്റ യന്ത്രം മതി വേണമെങ്കിൽ ഗ്രാമം മുഴുവൻ നശിപ്പിക്കാൻ. അങ്ങനെ ചെയ്താൽ തന്നെ ആരും വിലവയ്ക്കില്ല. വൈനതയൻ ചെയ്യുന്നത് 4 പേരറിയണം. അതിന് നേരിട്ടുള്ള പ്രയോഗമാണ് ഉചിതം. യന്ത്രം ഭൂമിയിൽ കുഴിച്ചിടുന്നതോടെ ജനങ്ങൾക്കവിടെ പാർക്കാൻ കഴിയാതെ വരും. വർഷപാതമുണ്ടാവില്ല. ജന്തുജാലങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങും. ഭൂതപ്രേതബാധ സദാ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഗ്രാമം വിട്ടുപോകാതെ രക്ഷയില്ലെന്ന് വരുന്ന ഘട്ടം. ഇവിടെയത് ശാരദാമ്മയെ മാത്രം ഉദ്ദേശിച്ചാണ് വൈനതയും ചെയ്തിരിക്കുന്നത്. ആ വീട്ടിൽ ജീവിക്കാൻ നിർവാഹമില്ലാതെ വരുമ്പോൾ ശാരദാമ്മ തന്നെ വന്ന് അഭയം പ്രാപിക്കണം. അതുകൊണ്ട് തൻ്റെ ചില ഉദ്ദേശങ്ങൾ സഫലമാകും. വേണമെങ്കിൽ ഒരു 2ാം വേളിയാകാം. അത് കൂടിയേ തീരൂ എന്ന് കരുതിയിരുന്നതുമാണ്. അപ്പോഴാണ് മഴവില്ലിൻ്റെ ഒരു കഷ്ണം പോലെ ശാരദാമ്മ മുന്നിലെത്തിയത്. അപ്പോൾ മുതലുള്ള ചിന്തയാണ്, ആ 2ാം വേളി ശാരദാമ്മയെ ആയിക്കൂടെ? മോഹം തോന്നിയതാണ്. മാധവൻ പിള്ളയെ യോഗ്യമായി ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ശാരദാമ്മ വന്നില്ല. ഇനി അവൾക്ക് വരാതിരിക്കാനാവില്ല. അവളും വരും, മകളും വരും. കരിമ്പിൻ തുണ്ടും ശർക്കരയും. ഭേഷ്! അപ്പുണ്ണി നടുങ്ങിപ്പിടഞ്ഞെണീറ്റു. ആരോ തന്നെ കുലുക്കി വിളിച്ചുണർത്തിയതാണെന്ന് വ്യക്തം. അതാരായിരിക്കുമെന്നോർക്കുമ്പോൾ സിരകളിലൂടെ മഞ്ഞുവെള്ളം ഒഴുകാൻ തുടങ്ങും. അമ്മ! ഓർക്കുമ്പോഴേ മോഹാലസ്യമാണ് ഉണ്ടാവുന്നത്. അന്ന് സന്ധ്യയ്ക്ക് ആ കാഴ്ച കണ്ടതു മുതൽ അകാരണമായൊരു ഭയം അവനെ അടിമുടി തളർത്തിയിരിക്കുന്നു. രാത്രിയിൽ ആന കുത്തിയാൽ ഉണരാത്ത താൻ എത്ര തവണയാണ് ഞെട്ടിയുണരുന്നത്? തന്നെ കൂടാതെ ആരോ ആ മുറിയിൽ എപ്പോഴും ഉണ്ടെന്നൊരു തോന്നൽ. യോഗദണ്ഡ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തടിപ്പെട്ടിയെയും ഭയത്തോടെയാണ് അപ്പുണ്ണി ഇപ്പോൾ നോക്കുന്നത്. ആ കാഴ്ച കണ്ടയെന്ന് രാത്രിയിൽ അത് കയ്യിലെടുത്തതാണ്. കയ്യിലെടുത്ത നിമിഷം തന്നെ നടുങ്ങി. ആ ദണ്ട് കയ്യിലിരുന്ന് വിറകൊള്ളുന്നു. ആ വിറയൽ ശരീരമാകമാനം പടരുന്നു. ഒരു തരം വിദ്യുത് പ്രവാഹം പോലെ സിരകളെ വിറപ്പിക്കുകയാണ്. അറിയാതെ കയ്യിൽ നിന്നത് പിടിവിട്ടു കളയുകയായിരുന്നു. വല്ല വിധേനയും എടുത്തു പൊതിഞ്ഞ് പെട്ടിയിലേക്ക് ഇട്ടത് മാത്രം ഓർമ്മയുണ്ട്. ഇതുവരെ സംഭവിക്കാത്തത് എങ്ങനെയുണ്ടായി? തോന്നലാണെന്ന് കരുതി ധൈര്യം സംഭരിച്ച് ഒരു തവണ കൂടി എടുത്തു നോക്കി.
അപ്പോഴും അനുഭവം പഴയതു തന്നെ. പിന്നെ പെട്ടി തുറന്നിട്ടില്ല. അല്ലെങ്കിലും ഈയിടെ കാണുന്നതും നോക്കുന്നതുമെല്ലാം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, രംഗങ്ങളെയാണ്. അച്ഛൻ്റെ ഇല്ലത്തേക്ക് ചെന്നാലോ എന്ന് പലവട്ടം ആലോചിച്ചതാണ്. ഒരിക്കൽ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തതാണ്. ആരോ ശക്തിയായി തടയുന്നത് പോലൊരു തോന്നൽ. ആരാണെന്നു മാത്രം അറിയില്ല. തന്നെ കൂടാതെ ഈ വീട്ടിൽ ആരോ കൂടെ ഉണ്ടെന്ന തോന്നലിന് ശക്തി കൂടുന്നു. അതാരായിരിക്കും? പുറത്ത് ഇളവയിൽ പരക്കാൻ തുടങ്ങുന്നു. വാതിൽ തുറന്നു പുറത്തേക്ക് കാൽ വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു അപ്പുണ്ണി. അതിനവനെ അനുവദിക്കാത്ത മട്ടിൽ ആരോ അവനെ പുറകിലേക്ക് വലിച്ചിട്ടു. അപ്പുണ്ണി മലർന്നടിച്ചു വീണു. ആ സമയത്താണ് അപ്പുണ്ണിയെ വിളിക്കാൻ ദിവാകരപിള്ള മുറ്റത്തെത്തിയത്. യോഗദണ്ഡുമായി ഉടനെ അപ്പുണ്ണിയെ ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലണമെന്നാണ് നിർദ്ദേശം. വിളിച്ചിട്ടും അപ്പുണ്ണി വിളി കേൾക്കാതെ വന്നപ്പോൾ ദിവാകരപിള്ള ഉമ്മറത്തേക്ക് കയറി. മുറിയിൽ വെറും നിലത്ത് അപ്പുണ്ണി കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾ മുറിക്കുള്ളിലേക്ക് കയറി. പൊടുന്നനെ